നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന പൗലോസ് അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് മീൻ വെട്ടുവാണ്. അലീന ഒന്നും മിണ്ടാതെ അത് നോക്കിയിരുന്നു. അങ്ങനെ മീൻ മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് ചോദിച്ചു, ദേ പൗലോസ് ചേട്ടാ, ഇത്രയ്ക്ക് വേണമായിരുന്നോ? ദേ അളന്നും മുറിച്ചും ഒക്കെ നോക്കുന്ന ആളടുത്ത് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത്ര വെട്ടിക്കളയണമായിരുന്നോ എന്നൊക്കെ എങ്ങനെ ചോദിച്ചു. അത് കേട്ട പൗലോസ് ഒരു പുച്ച ചിരിയൊക്കെ അലീനെ നോക്കി ചിരിച്ചു. എന്നിട്ട് തൻ്റെ ജോലി തുടരുവാണ്. ആ മീൻ അവിടെ ഇട്ടിട്ട് അലീന ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി അങ്ങനെ നിന്നു. ആ കൈകെട്ടിൻ്റെ അർത്ഥം അറിയാവുന്നേ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും ബ്രിജിത്ത മമ്മി, ഒന്ന് അലീന. അലീന ശാന്ത സ്വരത്തിലാണ് പിന്നീട് പൗലോസിനെ വിളിക്കുന്നത്. പൗലോസ് ഏട്ടാന്ന് വിളിച്ചു. പൗലോസ് ഇങ്ങനെ നോക്കി. പൗലോസ് ഏട്ടനെ തന്നെ ഞാൻ വിളിച്ചത്. എന്താ ഞാൻ? അതെ, ആ വേസ്റ്റ് ബാസ്ക്കറ്റ് കിടക്കുന്ന സാധനം എടുത്ത് ടേബിളിലേക്ക് വെക്കാൻ പറഞ്ഞു. വേസ്റ്റ് ബാസ്ക്കറ്റ് കിടക്കുന്ന സാധനമോ? അതിനകത്ത് വേസ്റ്റ് മാത്രമേ ഉള്ളൂ കുഞ്ഞെ, വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന് പറഞ്ഞു, അതെനിക്കറിയാവുന്നതുകൊണ്ടാ പറഞ്ഞേ, ഇപ്പം ഇട്ടിരിക്കുന്ന ആ വേസ്റ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. അയ്യോ കുഞ്ഞെ, എനിക്ക് അതിനൊന്നും സമയമില്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വിനോദിന് ഭയങ്കര സന്തോഷമായി. വിനോദൊക്കെ ഒരു കളി കാണാനുള്ള മട്ടിലിങ്ങനെ രസിച്ച് നിൽക്കുകയാണ്. കൂടെ സാവിത്രിയുണ്ട്. ഇവൾക്ക് ഇത്തിരി കുറവുണ്ടെന്നുള്ള രീതിയിലാണ് അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പൗലോസ് ഏട്ടാ, ചേട്ടനോടാ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ജോലിയൊക്കെ. ഒരു നിമിഷം പൗലോസ് ഒന്ന് നോക്കി. പിന്നീട് പെട്ടെന്ന് തന്നെ വാതിൽ കടന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അലീന അവിടെ തന്നെ നിന്നു. ഇത് കൊള്ളാലോ, നല്ല കളിയാണല്ലോ, ഇന്നിവിടെ എന്തേലുമൊക്കെ സംഭവിക്കും എന്ന് വിനോദിന് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവധി കുടിച്ചാനാണ് ആദ്യം വന്നത്. എന്താ മോളെ പ്രശ്നം എന്നും പറഞ്ഞോണ്ട്. പക്ഷേ എങ്കിൽ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുക. ആ സമയത്ത് അത് കുടിച്ചനായി മനസ്സിലായി എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും സ്റ്റാൻലി വാതിൽ കടന്ന് വരുവാണ്. കൂടെ പൗലോസും ഉണ്ടായിരുന്നു. എന്താ ഇവിടെ ഒരു പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, പൗലോസേനോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ആ വേസ്റ്റ് പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്ന സാധനം പെറുക്കി ആ സ്ലാബയിലേക്ക് വെക്കാനായിട്ട്. മനസ്സില്ലെങ്കിൽ വേണ്ട, ഇനി ഇവിടുത്തെ ജോലിയും ചെയ്യണ്ട, പറഞ്ഞത് കേട്ടല്ലോ. പൗലോസ് അന്താളിച്ചു പോയി. പിന്നീട് ഒരു സ്റ്റാൻലി ഒരു ആശ്രയത്തിനായിട്ട് നോക്കി. അതെ, ഞാനിവിടെ നിൽക്കണോ, അത് ചെയ്യണോ വേണ്ടോ ഇല്ലോ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ നോക്കുന്നത്. സ്റ്റാൻലി ഒരു അന്താളിപ്പോടുകൂടി അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, മുതലാളി പറഞ്ഞില്ല വേണയോ വേണ്ടയോ എന്താ ചെയ്യേണ്ടതെന്ന്. അതെ, മുതലാളിയുടെ മകളാ പറയണത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന നിങ്ങൾ അനുസരിച്ചാൽ മതി. എൻ്റെ പപ്പയുടെ പണം ദൂർത്തടിച്ച് കളയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അവതക്കുട്ടിച്ചായൻ്റെ കാൽവിരൽ തൊട്ട് നല്ലൊരു കോഴിത്തരിപ്പ് അങ്ങോട്ട് കയറി. കാരണം നല്ല സ്ട്രോങ് ആയിരുന്നു അലീനയുടെ ആ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പൗലോസ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റാലി ആണെങ്കിൽ അന്തം വിട്ടാ നോക്കുന്നത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, പൗലോസ് ഏട്ടൻ ഞാൻ പറഞ്ഞ കാര്യം ഒന്നെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവുക. ഈ ജോലി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ചേട്ടൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? എൻ്റെ പപ്പായ്ക്ക് ചോറും കറികളും ഒക്കെ വെച്ചു കൊടുക്കാനായിട്ട് എനിക്കറിയാം. എൻ്റെ പപ്പായ്ക്ക് മാത്രമല്ല ഇവിടെയുള്ള ജോലിക്കാർക്കും വെച്ചു കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ചേട്ടൻ ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് അലീന എന്ത് ചെയ്തു? കൈയൊക്കെ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നല്ലോ ആ കാഴ്ച. കൈയൊക്കെ അഴിച്ചിട്ട് അലീന നേരെ അങ്ങോട്ട് നടന്നുപോയി. പിന്നാലെ തന്നെ സ്റ്റാൻലിയും പോയി. ആ സമയത്ത് അവധി കുടിച്ചാൻ പൗലോസിനെ നോക്കി. എടാ, അവള് പറഞ്ഞ് ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൗലോസ് എന്ത് ചെയ്തു? വേസ്റ്റ് പാത്രത്തിനകത്തിട്ടിരുന്ന മീനിന്റെ ഭാഗങ്ങളെടുത്ത് ടേബിളിലേക്ക് വെച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവധി കുടിച്ചാൻ ഒന്നും ഞെട്ടി. എടാ, തന്തയ്ക്ക് പിറക്കായി അല്ലടാ നീ കാണിച്ചിരിക്കുന്നേ. എന്ത് പരിപാടിയാടാ? അവള് പറഞ്ഞാൽ ഒരു കുഴപ്പം പറയാൻ പറ്റില്ല. ഇങ്ങനെയാണോടാ മീൻ വെട്ടുന്നേ? വെറുതെ അല്ല. എടാ, അവളുടെ അടുത്ത് മാന്യമര്യാദയ്ക്കൊക്കെ നിന്നോണം. അലീന ആരാന്നറിയാലോ? സ്റ്റാൻലിയുടെ മൂത്ത മകളാ. അവള് പറയുന്ന അനുസരിച്ച് ഇവിടെ നിന്നില്ലെങ്കിലേ പിന്നെ നിനക്ക് ഇവിടെ ഒരു പിടിച്ചെടുപ്പുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതെ പൗലോസ് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും അലീനയ്ക്ക് പണി കൊടുക്കാൻ നോക്കിയതാ. പക്ഷേ തിരിച്ച് പൗലോസിനാണ് പണി കിട്ടിയത് തന്നെ. ഈ സമയത്ത് അലീനെ മുറിയിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേന് സ്റ്റാലിയുടെ വിളി വന്നു. സ്റ്റാലി മുറിയിലേക്ക് കയറി ചെന്നില്ല. അവിടെ നിന്ന് അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലീനയെ അങ്ങോട്ട് ചെന്നു. എന്താ പപ്പ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും കൈകടത്താൻ പോരുതെന്ന്. ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും കൈകടത്തില്ലോ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അടുക്കള കാര്യങ്ങളിലൊന്നും കയറി തലയിടണ്ടെന്ന്. പിന്നെ നീ എന്തിനാ അവിടെ പോയെന്ന് ചോദിച്ചു. പപ്പ, അനീതി കണ്ടിട്ട് ഞാൻ പ്രതികരിക്കും.
ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ പപ്പായുടെ പണം വെറുതെ ദൂർത്തടിക്കുന്നത് കാണുമ്പോൾ ദേ എനിക്ക് പണ്ട് ഇഷ്ടമുള്ള കാര്യമല്ല ഈ അനുസരണക്കേട് കാണിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാനൊരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഇടപെടുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അല്ല ഇതൊക്കെ അനാവശ്യമാണെന്ന് പപ്പായ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അനാവശ്യമായ കാര്യമാണോ ചെയ്തേ? പപ്പായുടെ പണം ജോലിക്കാരെല്ലാവരും കൂടെ ദൂർത്തടിക്കുന്നത് കണ്ടപ്പോൾ അതെ അവരെല്ലാം ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് അവരെയൊക്കെ അറിയാം. അതെ പപ്പ, അതൊന്നും അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. കേടായ പച്ചക്കറികളൊക്കെ ഒരു മീൻ്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊണ്ടോ എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതെന്താ നീ മനസ്സിലാകാത്തേ? ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ റൊട്ടീനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പറയും, അത് പറയുന്നങ്ങ് അനുസരിച്ചാൽ മതി. അലീന ഇങ്ങനെയൊന്നും മിണ്ടാൻ നിൽക്കണം. അപ്പോഴേക്കും സ്റ്റാൻലി ഒന്നുകൂടെ ഒന്ന് സ്വരം ഒന്ന് മയപ്പെടുത്തിയിട്ട് പറഞ്ഞു, അതെ സന്തോഷത്തോടെ മുന്നോട്ട് പോവല്ലേ ചെയ്യണ്ടേ. ഇവിടെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിന്നോട് അതുകൊണ്ടൊക്കെ അല്ലേ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പം നിന്റെ തലയിലേക്ക് എന്താ കയറില്ലാത്ത? നീ എന്താ എന്നോട് മല്ല് പിടിക്കാൻ വരുവാണോന്നൊക്കെ സ്റ്റാൻലി ചോദിച്ചു. അലീനയ്ക്കാണ് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നീട് സ്റ്റാൻലി പറഞ്ഞു, അവരെന്ത് വെള്ളം ചെയ്തോട്ടെ, അടുക്കള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. ഇനി അവരെല്ലാം ആഹാരം വെച്ച് വിളമ്പി തരുന്നേ. ഇത്തിരി ഉപ്പോ പുളി എന്തെങ്കിലും കൂടുതലിട്ടുണ്ടെങ്കിൽ അത് പോയില്ലേ, ആ ആഹാരത്തിൻ്റെ രുചി തന്നെ പോയില്ലേ പപ്പ. അതിന് വേണ്ടിയിട്ടല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നേ, വെറുതെ ഒന്നും അല്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതെ അവരത് ചെയ്യുന്നുണ്ടല്ലോ അലീന, പിന്നെ നീ എന്തിനാ അതിനകത്തൊക്കെ ഇടപെടാൻ പോന്നേ? നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. അതായത് നിന്റെ മുറിയിലിരുന്ന് TV കാണാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി നടക്കാം. ഇനി പുറത്ത് പോകണമെങ്കിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി, കൊണ്ടാവാം. പുസ്തകങ്ങൾ വായിക്കാൻ വേണം, വാങ്ങിച്ചു തരാം. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണം, അതൊക്കെ ചെയ്തു തരാം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ. വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതെ എനിക്കൊന്നും വേണ്ട പപ്പ, അടുക്കള കയറാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതെ നീ ഇത്ര സില്ലി ആവരുത് അലീന. സ്റ്റാലിക്ക് സങ്കടവും ദേഷ്യം വരുന്നുണ്ട്. ഒരു രാജകുമാരിയെ പോലെ നിന്നെ ഞാൻ ഇവിടെ നോക്കുന്നേ, രാജാവിൻ്റെ മകളെപ്പോലെ തന്നെ നീ ഇവിടെ ജീവിക്കുന്നേ. അത് പോരെ നിനക്ക്? പിന്നെ നീ എന്തിനാ ഈ കിച്ചണിൽ കയറി അടുക്കളക്കാരോടൊക്കെ വെറുതെ മല്ല് പിടിക്കാൻ പോകുന്നേ? എനിക്ക് നാണക്കെ ഉണ്ടാക്കി വെക്കുന്നേ. അതെ പപ്പായ്ക്ക് അറിയാവോ ഇവിടെ നടക്കുന്ന എന്താന്ന്? പപ്പായി അതൊന്നും മനസ്സിലാക്കാത്തോണ്ട് എങ്ങനെയൊക്കെ പറയണത്. എനിക്ക് ഇത് രാജകുമാരിയായിട്ടൊന്നും ജീവിക്കണ്ട, എനിക്ക് അലീനയായിട്ട് ജീവിച്ചാൽ മതി. അതെ ഇപ്പോഴല്ലേ ഞാൻ പപ്പായുടെ മകളാന്ന് ഇവിടെ എല്ലാവരും അറിയണേ, ഇതിനു മുമ്പ് അവർക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. അല്ല ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോഴേക്ക് സ്റ്റാൻലി അലീനയെ ഒന്ന് നോക്കണം. അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നീട് സ്റ്റാൻലി പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞ് അനുസരിക്കണം, അനുസരണക്കേട് കാണിക്കുന്നവരെ എനിക്കിഷ്ടമില്ല. ഇപ്പം ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ അനുസരണക്കേട് കാണിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, സോറി പപ്പ, അതെ ഇനി ഇതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. പക്ഷെ പപ്പ ചെയ്ത് തെറ്റാണ് കേട്ടോ. എന്ത് തെറ്റ്? അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുന്നേ. അതെ എനിക്ക് ഇത്രയും മീൻ്റെ തല വെട്ടിക്കളഞ്ഞെന്നോർത്തോണ്ടോ അല്ലെങ്കിൽ വാല് കൂടുതൽ വെട്ടിക്കളഞ്ഞെന്നോർത്തോ ഒന്നും സംഭവിക്കാനല്ല, ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് ദൂർത്തടിക്കേണ്ട കാര്യമുണ്ടോ പപ്പ? ഞാൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെന്താ? അതെ പപ്പ അങ്ങനെയല്ല വേണ്ടത്. അർഹതപ്പെട്ട കൈകളിൽ ഏൽപ്പിച്ചിട്ട് വേണം പോവാനായിട്ട്. നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ സമ്പത്ത് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ പപ്പ? പപ്പയുടെ മക്കൾക്ക് അത് ഗുണം ചെയ്യത്തില്ലേ? പപ്പ എന്താ വിചാരിക്കാത്ത? എനിക്ക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടതാനും. പക്ഷെ പപ്പായ്ക്ക് വേറെ മക്കളുണ്ടല്ലോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാൻലി ഇങ്ങനെ അലീനയെ നോക്കി. പപ്പായ്ക്ക് ഇതിൻ്റെ ഒന്നും വില അറിയില്ലാത്തതുകൊണ്ടാ. ഒരു മണി അരിക്ക് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഞാനൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? അത് കേട്ടപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അലീന എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ടേബിളിൽ വിഭവസമൃദ്ധമായ സദ്യ കൃത്യസമയത്ത് തന്നെ എത്തണം, അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആയിക്കോട്ടെ, പപ്പായ്ക്ക് അത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പപ്പായുടെ വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ കഴിച്ച് ഇരിക്കണ സമയത്ത് പപ്പായുടെ ഒരു മകള് അനാഥാലയത്തിൽ ആരെങ്കിലും കൊണ്ടുതരുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ചിലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് പപ്പ മനസ്സിലാക്കിയിട്ടില്ല. ആരുടെയും കാരുണ്യം കൊണ്ടാണ് ഞാനിന്ന് ഇവിടം വരെ എത്തിയത്, അല്ലെങ്കിൽ ഈ അലീന ഉണ്ടാവത്തില്ലായിരുന്നു. പപ്പായ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞ സാധനങ്ങളുടെ വില എന്താണെന്ന് എനിക്കറിയാം. കാരണം അത് പുഴു വരിച്ചോ ഒന്നും ആയിരുന്നില്ല, നല്ല സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് കളഞ്ഞേ. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്.
അതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ ശ്രമിച്ചത്. പപ്പയുടെ കണ്ണിൽ ഞാൻ ചെയ്ത തെറ്റായിരിക്കും, പക്ഷെ എൻ്റെ കണ്ണിൽ ഒരിക്കലും അത് തെറ്റാവില്ല. എന്നെ ബ്രിജിത്ത മമ്മി പഠിപ്പിച്ച അങ്ങനെയാ. ആഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെന്ന് പറഞ്ഞ ദൈവമാണെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആര് നിന്ദിച്ചാലും എനിക്കത് താങ്ങാൻ പറ്റില്ല. ഫുഡ് വേസ്റ്റ് ആക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പ്രതികരിക്കും. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടായിരിക്കും. പപ്പായ ഒത്തിരി നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടായിരിക്കും പപ്പായ്ക്ക് അതിനൊരു വിലയില്ലാത്ത. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് കേട്ടപ്പോഴത്തേന് സ്റ്റാലിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സ്റ്റാലി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമെന്നുള്ള കാര്യം. അലീന കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഒടുവിൽ അലീന പറഞ്ഞു, പപ്പ ഒരു കാര്യം ചെയ്യാം, പപ്പ ഒരാഴ്ചത്തേക്ക് അടുക്കള എനിക്കൊന്ന് വിട്ടുക. ഞാൻ അടുക്കള കയറി കുക്ക് ചെയ്ത് പപ്പായ്ക്ക് ആവശ്യമുള്ള ആ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി തരാം. പപ്പ എന്തായാലും ഒരു കുറവുണ്ട് എന്നോട് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. സ്റ്റാലിൻ അന്തം വിട്ട് അലീനയെ നോക്കുകയാണ്. അലീന വിട്ടുകൊടുക്കാനും ഭാവം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.